ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന വെല്ലുവിളി അവരുടെ ആഭ്യന്തര സുരക്ഷ തന്നെയാണ്. അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ ഹമാസ് എന്ന ഭീകര സംഘടനയും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയും വളരുന്നു. അവരെ രണ്ടിനെയും ക്രഷ് ചെയ്തുകൊണ്ട് അമേരിക്ക മുന്നേറുന്നു. ഇപ്പോൾ അതിനുപറ്റി ഒരു സാഹചര്യം ഇസ്രായേൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ലെബനനിൽ അധിനിവേശം നടത്തി ലെബനനിലെ ഹിസ്ബുള്ളയുടെ സ്വാധീനത്തിൽ കുറവ് വരുത്തി. ഹിസ്ബുള്ളയുടെ തലവനെ കൊന്നു. സിറിയെ ഛിന്നഭിന്നമാക്കി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിയന്ത്രണത്തിലാക്കി. അങ്ങനെ ഇസ്രായേൽ കൂടുതൽ സുരക്ഷിതമായ ഒരു സാഹചര്യം രൂപപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ തുടർ നടപടികളുമായി മുമ്പോട്ട് പോകാൻ ട്രംപിന്റെ അനുമതി ഉണ്ടാവും, അംഗീകാരം ഉണ്ടാവും എന്ന് വ്യക്തമാണ്. ഉദാഹരണത്തിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അവർ നിശ്ചയദാർഢ്യമുള്ളവരാണ്. ഫലസ്തീനും ഇസ്രായേലും രണ്ട് രാജ്യങ്ങളായി മുമ്പോട്ട് പോവാൻ ഇസ്രായേൽ ആഗ്രഹിച്ചെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഫലസ്തീൻ ഇല്ല. ഫലസ്തീൻ ആഗ്രഹിക്കുന്ന ഇസ്രായേൽ ഇല്ലാത്ത ഒരു ലോകമാണ്. അതിനുവേണ്ടി അവിടെ കഷ്ടപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിന്റെ നിലപാട് ഇസ്രായേലിന്റെ ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇപ്പൊ സിറിയയുടെ കയ്യിലിരുന്ന ഗോലൻ കുന്നിലെ കുറെ ഭാഗങ്ങൾ ഇസ്രായേൽ അവരുടേതാണ് എന്ന തരത്തിൽ മാപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിന് ട്രംപ് ആദ്യ ഭരണ സമയത്ത് അംഗീകരിച്ചിരുന്നു. ഇതാ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുൻപ് ഇസ്രായേൽ സിറിയയിൽ ആഭ്യന്തര പ്രശ്നമുണ്ടായപ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് പോയി. അതായത് നേരത്തെ കൈവശപ്പെടുത്തിയതിന് അപ്പുറത്തേക്ക് ഗോലൻ കുന്നും പൂർണ്ണമായും തന്നെ കൈവശപ്പെടുത്തി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാക്കിയിരിക്കും തൽക്കാലം എന്ന് പറഞ്ഞ്. പക്ഷെ ആരും അനങ്ങുന്നില്ല. ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് ട്രംപിന്റെ പിന്തുണയോടെ ഗോലൻ കുന്ന് പൂർണ്ണമായും ഇസ്രായേൽ സ്വന്തമാക്കുമെന്ന്, ആരും അതിനെ ചോദ്യം ചെയ്യില്ലെന്നാണ്. ലെബനനിലെ ചില പ്രദേശങ്ങളും ഇസ്രായേൽ പിടിച്ചെടുത്തേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്.